കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ 3 കാര്യങ്ങൾ പ്രധാനം. ഒന്ന്, ഏറ്റവും പ്രധാനം, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേര് 2 അക്ഷരമാണ്: ക്ഷമ. കുടുംബമായി 2 മനുഷ്യർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്ന ആൾക്ക് ക്ഷമ വേണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. ഒറ്റക്കാകുമ്പോൾ പ്രശ്നമില്ല അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്, സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങളൊക്കെ. സ്കൂട്ടർ നിങ്ങൾ ഒറ്റക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല അല്ലേ? ശ്രദ്ധയും ക്ഷമയും കുറച്ച് മതി. ഒറ്റക്ക പോണത്, നമ്മളിങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോവുക, പെട്ടെന്നൊരു ഹമ്പ് കണ്ടു, അപ്പോൾ സ്കൂട്ടർ നല്ല എയിമുള്ള ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ? ആ സീറ്റിൻ്റെ മുകളിൽ നിന്നൊന്നാട് പോകും അപ്പോൾ ബൈക്ക് കിടക്കട ചാടി ഒന്ന് പോകും സ്കൂട്ടർ. പക്ഷേ ആ സ്കൂട്ടറിൻ്റെ ബാക്കിൽ നിങ്ങളെ ഉമ്മ ഉണ്ടെന്ന് വിചാരിക്കുക. ഒറ്റക്ക് പോണ പോലെയാണോ നിങ്ങൾ പോവുക? ആണോ? ഉമ്മ പുറകിലിരിക്കുമ്പോൾ നിങ്ങൾ സ്കൂട്ടർ നിങ്ങൾ ഒറ്റക്ക് ഓടിക്കുന്ന മാതിരി ഓടിക്കോ? ഇല്ല. പടച്ചോനെ ഉമ്മ ബാക്കിൽ വീണു. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ, കൂടുതൽ ക്ഷമയോടെ വണ്ടി ഓടിക്കും അല്ലേ? ആരെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ഇത് കയറുമ്പോഴേക്കും നമ്മൾ സീഡാക്കി വെക്കും, ഉമ്മ ബാക്കിലുണ്ടേ. നിങ്ങളുടെ ഭാര്യയാണ് ബാക്കിലുള്ളതെങ്കിലോ ക്ഷമ കൂടി. ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും 2 പേർ ഒരുമിച്ച് പോകുന്നതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഒരുമിച്ച് പോകുമ്പോൾ 2 പേർക്കും ക്ഷമ വേണം. അപ്പോൾ കുടുംബം മുന്നോട്ട് പോകണമെങ്കിലുള്ള സാധനം ക്ഷമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പം കുറച്ച് മുമ്പാണ് നിങ്ങളോട് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം അല്ലേ? റസൂൽ എന്താ ചെയ്തത്? നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യയ്ക്ക് ഒരു പ്ലേറ്റിൽ ഒരു സാധനം കൊടുത്തപ്പോൾ ഭാര്യ പ്ലേറ്റ് അങ്ങ് തട്ടിയെന്ന് വിചാരിക്കുക. ആ പ്ലേറ്റ് താഴെ വീഴുന്ന ഒച്ചേൻ്റെ മുമ്പേ ഒരു 3 ഒച്ചയെങ്കിലും ടപ്പേ 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 എന്ന് കേൾക്കും അല്ലേ? 4ാമത്തെ ഒച്ചയാണ് ക്ലിങ് പ്ലേറ്റിനെ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ചു. അതെന്താ? റസൂലിന് കൈ പൊങ്ങാഞ്ഞിട്ടാ. റസൂലിനേക്കാൾ പ്രായവ്യത്യാസമുള്ള ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷയും റസൂലും തമ്മിലുള്ള പ്രായ വ്യത്യാസങ്ങൾക്ക് അറിയാലോ എത്ര ഉണ്ട്? വലിയ പ്രായമുള്ള പക്വതയുള്ള മനുഷ്യൻ. ഒറ്റടി കൊടുത്തോ റസൂല്? ഇല്ല, ക്ഷമിച്ചു. അവൾ കുട്ടിയല്ലേ, അവൾക്കറിയാഞ്ഞിട്ടാണ് ക്ഷമിച്ചു. ഈ ക്ഷമയാണ് ജീവിതത്തിൽ നിങ്ങൾ അവലംബിക്കേണ്ടത്. എൻ്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാർക്ക് അഡ്രിനാലിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് പുരുഷന്മാരുടെ ഹോർമോൺ. അങ്ങനെ പൗരുഷം ഉണ്ടാക്കുന്ന ഹോർമോൺ. അതിൻ്റെ കൂടെ 2ാമത്തെ ഹോർമോണാണ് ഞാൻ പറഞ്ഞ ഹോർമോൺ, അഡ്രിനാലിൻ. സ്ത്രീകൾക്കും പുരുഷനും ഒക്കെ ഉണ്ട്. പക്ഷെ പുരുഷന് അഡ്രിനാലിൻ വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് ഇരച്ച് കയറും ചോര, ദേഷ്യം കൊണ്ട് വരും. അപ്പം അഡ്രിനാലിൻ കൂടുതലുള്ള ജന്തുക്കളാണ് ഈ ആണുങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വെറുത്ത സ്വഭാവം കോപമായിരുന്നു. മുൻകോപം, ദേഷ്യപ്പെടുക, ഏറ്റവും വെറുത്ത സ്വഭാവം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ക്ഷമ. ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നവനാണ് യുദ്ധം ജയിക്കുന്നതിനേക്കാൾ നല്ല യോദ്ധാവ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സാധനം. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യം പിടിക്കാറുള്ള വലിയ മിടുക്കൊന്നുമല്ല. ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കാന്ന് പറഞ്ഞാണ് മിടുക്ക്. മിണ്ടാതിരിക്കുക കേട്ടോ. അവിടെയാണ് കുടുംബത്തിലെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനം. 3 കാര്യങ്ങളിൽ ഒന്ന് ഈ ക്ഷമിക്കലാണ്. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. എല്ലാം ഇങ്ങനെ പറയരുത്. ചില കാര്യങ്ങളിൽ ക്ഷമ വലിയ ഫലം ചെയ്യും. അപ്പോൾ ഈ മുൻകോപമുള്ള ആണുങ്ങൾ, എന്തെങ്കിലും ഉള്ളപ്പോഴൊക്കെ ഇരച്ചു കയറുന്ന ആളുകൾ, കോപം തീ പോലെയാണ്. തീ. ഈ സ്ത്രീകളൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഈ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് പാത്രം ഇറക്കി വെക്കാൻ ഒരു പഴയ തുണി ഉപയോഗിക്കും. അതിനിവിടെ എന്താ പറയുക? കൈത്തുണി. ഞങ്ങളുടെ നാട്ടിൽ കൈക്കലക്കുട്ടി എന്നാ പറയാ. കുറച്ച് കൂടുതലുണ്ട്. ഇവിടെ കൈത്തുണി എന്ന് അറിയില്ലേ? അങ്ങനെ തന്നെയല്ലേ പറയാ? ഉണ്ട്. പഴയ ഏതെങ്കിലും ചെറിയ കുട്ടികളെ ഷർട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഈ പാത്രം ഇങ്ങനെ ഇറക്കി വെക്കുക അടുപ്പിൽ നിന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പാത്രം ഇങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ തുണി അടുപ്പിലൂടെ അങ്ങോട്ട് പോരും. നമ്മൾ പാത്രം വെക്കുമ്പോഴൊക്കെയാണ് ആ തുണിമ തീ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഫയർഫോഴ്സിനെ വിളിക്കുമോ? ഇല്ല. ആ തുണി തീ പിടിച്ച ഉടൻ തന്നെ ഒരൊറ്റ അടി കൊടുത്ത തീ അങ്ങ് കെടുത്തു. തീ പിടിച്ച ഉടൻ നിങ്ങൾ തീ അണച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ ആ തുണി ഇങ്ങനെ നിവർത്തി നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം കാണാം. ആ തീ പിടിച്ചതിൻ്റെ ഡാമേജ് ആ തുണിയിലുണ്ടാവും അല്ലേ? ഒരു ഓട്ട വീണുണ്ടാവും. അറ്റ്ലീസ്റ്റ് കരിയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. കത്തിയ ഉടൻ നിങ്ങൾ അതിനെ അണച്ചാൽ അതിൻ്റെ ഡാമേജ് ഉണ്ടാവും. ഇനി കത്തി നിങ്ങൾ അണച്ചില്ലെങ്കിലോ? കത്തട്ടെ ആ തുണിയാണ് കത്തട്ടെ, ഊതി കത്തിച്ചാലോ തുണി ഉണ്ടാവില്ല, കത്തിയിട്ട് പോകും. പിന്നെയോ ചാരം മാത്രം ബാക്കി. ദേഷ്യം എന്നത് തീ പോലെയാണ്. ദേഷ്യം പിടിച്ച് അപ്പം തന്നെ നിങ്ങൾ കെട്ടാലും ഡാമേജ് കുടുംബത്തിലുണ്ടാകും, ബന്ധത്തിലുണ്ടാകും, ആരുമായിട്ടും ഈ സാധനം ഉണ്ടാകുമെന്ന് ഓർക്കണം. അതുകൊണ്ട് ദേഷ്യം പിടിക്കാതിരിക്കുക എന്നത് ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട
ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കും, എല്ലാ നോമ്പും നോൽക്കും, എല്ലാ സുന്നത്തും നിസ്കരിക്കും. പക്ഷേ അനഞ്ഞ ദേഷ്യം പിടിക്കും, അയാളെ തലമണ്ട കടിക്കണം. അയാളെ ചേർന്ന് നിസ്കരിക്കലും നോമ്പൊലിക്കലും മാത്രമാണ് മുസ്ലിം എന്ന. ഒരു മുസ്ലിം എന്നത് സംസ്കാരമാണ്. അവൻ്റെ ജീവിതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചിട്ട് പോയ ജീവിതമാണ്. റസൂൽ ക്ഷമയുള്ളവനായിരുന്നു എന്ന് നമുക്കറിയാം. അതാണ് സ്വഹാബികളെയും റസൂൽ പഠിപ്പിച്ച പാഠം. റസൂലിൻ്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭാര്യമാർ പറഞ്ഞതും അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിച്ച മനുഷ്യനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. എങ്കിൽ ആ നേതാവിനെ പിൻപറ്റിയിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, ദേഷ്യക്കാരുണ്ടോ എങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ തന്നെ ആ ദേഷ്യത്തെ ഈ ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ചിട്ട് ഗേറ്റ് കടന്നു പോകണം. ഈ ആണുങ്ങൾക്കുള്ള ഒരു പ്രത്യേകത, ഒച്ച ഭയങ്കര കൂടുതലായിരിക്കും. എല്ലാ ആൺജീവിക്കും ഒച്ച കൂടുതലാണ്. ആൺസിംഹം അലറിയാൽ ഓടി രക്ഷപ്പെടും നമ്മൾ. അമ്മാതിരി ഒച്ചയാണ്. ആ ആന കണ്ടില്ല നിങ്ങൾ, കൊമ്പനാന ആണ്. അത് ചിഹ്നം വിളിച്ചാൽ ഭയങ്കര സൗണ്ടാണ്. ഏതെങ്കിലും പിടിയാന ചിഹ്നം വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആൺവർഗത്തിനെല്ലാം വലിയ ശബ്ദമാണ്. ഈ ഇരിക്കുന്ന ആണുങ്ങൾക്ക് വലിയ ശബ്ദമാണ്. ശബ്ദത്തിൻ്റെ ആധികാരികത ഉപയോഗിച്ച് നിങ്ങൾ പെണ്ണിനെ ഒതുക്കാൻ ശ്രമിക്കരുത്. പെണ്ണിന് ഒച്ച ഉണ്ടാവില്ല, പെണ്ണ് മിണ്ടൂല, അതിന് പീ 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 എന്നുള്ള ഒച്ചയാണ്, അത് പൊന്തൂല. നമ്മളതിനേക്കാളും വലിയ ഒച്ച ഇട്ടിട്ട്. അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ആധികാരികത കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ കൂടെ കഴിയുന്നവരെയും ഒതുക്കാൻ ശ്രമിക്കരുത്. മറിച്ച് ക്ഷമ അവലംബിക്കുക എന്നത് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ സാധനമാണ്. നമ്പർ 2, പക്വത, മെച്യൂരിറ്റി എന്ന് പറയും. എന്താ പക്വത എന്നുള്ള പദത്തിൻ്റെ അർത്ഥം? എന്താ പക്വത? യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് പറയുകയും, നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയുകയും, സ്ട്രോങ് ആവേണ്ടടുത്ത് സ്ട്രോങ് ആവുകയും, താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് താഴ്ന്നു കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് പക്വത. ഉണ്ടോ? ഞാൻ ഒരു കോളേജിലെ അധ്യാപകനാണ് അല്ലേ. ഞാൻ എൻ്റെ കോളേജിലെ ക്ലാസ് റൂമിലെത്തുമ്പോൾ ഞാൻ അധ്യാപകനായി മാറണം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഡിഗ്രിയും PG കഴിഞ്ഞ് PEDനെത്തുന്ന മക്കളെ അവരെ പഠിപ്പിക്കുന്ന ആളാവണം. കേട്ടോ? അതാണ് എൻ്റെ പക്വത. ആ കോളേജിൽ നിന്ന് 4 മണിക്ക് എൻ്റെ കോളേജ് അവസാനിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ 4ാം ക്ലാസ് പഠിക്കുന്ന മകൻ എൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഞാൻ 21 വയസ്സുള്ള മക്കളെ പഠിപ്പിക്കണ പോലെ തന്നെ അവനോട് എന്താ എന്ന് ചോദിച്ചാൽ എനിക്ക് പക്വതയില്ല. 4 വയസ്സുള്ള കുട്ടിയുടെ ബാപ്പയായിട്ട് ഞാൻ അപ്പം മാറണം. താഴ്ന്നു കൊടുക്കേണ്ടിടത്ത് താഴ്ന്നു കൊടുക്കണം. കണ്ടങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്ന്നു കൊടുക്കേണ്ടിടത്ത് താഴ്ന്നു കൊടുത്ത മനുഷ്യനാണ്. മക്കളെ കാണുമ്പോൾ മക്കളോട് പെരുമാറുന്ന രൂപത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. ഞാൻ വലിയ റസൂലാണ് എന്ന് വിചാരിച്ച അഹങ്കാരമില്ലായിരുന്നു. ഇതിൻ്റെ പേരാ പക്വത. താഴേണ്ടിടത്ത് താഴാനും സ്ട്രോങ് ആവേണ്ടിടത്ത് സ്ട്രോങ് ആവാനുമുള്ള അതിൻ്റെ പേരാ പക്വത. എപ്പോഴാണ് നമ്മൾ പറയാം എൻ്റെ ഭർത്താവിൻ്റെ ഒരു പക്വതയില്ല എന്ന് എപ്പോഴാണ് പറയാം? ബസ് കയറിയപ്പോൾ ഒരുത്തം കയറി ഭാര്യയെ തോണ്ടി, നിങ്ങളുടെ ഭാര്യനെ ഒരുത്തം കയറി തോണ്ടി. ഉടൻ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, സാരില്ല, അയാൾ ക്ലാസ് പറഞ്ഞു ക്ഷമിച്ചേക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പേര് പക്വത എന്ന്. അവൻ്റെ കാരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കണ്ടേ, അവിടെ സ്ട്രോങ് ആവണ്ടേ. എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചൂടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നോക്കിയിട്ട് ബസ്സിൽ കയറി നമ്മുടെ ഭാര്യയെ തോണ്ടിയവനെ നോക്കി കാരണക്കുട്ടിക്കൊന്ന് കൊടുക്കുന്നതിൻ്റെ പേരാണ് പക്വത. ഉണ്ടോ? അവിടെ സ്ട്രോങ് ആവണം. എന്നാലോ താഴ്ന്നു കൊടുക്കേണ്ടവർക്ക് താഴ്ന്നു കൊടുക്കണം. അതിൻ്റെ പേരാ പക്വത. കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പക്വത അനിവാര്യമാണ്. ഒരു ചില സമയത്തൊന്ന് ഇത്തിരി ക്ഷമിച്ചാൽ മതി, ഒന്ന് മിണ്ടാതിരുന്നാൽ മതി. അതിലേക്ക് ഞാൻ വരാം. അതിന് ഏറ്റവും നല്ല ഒരു മാർഗം എന്താണെന്നറിയോ? ആ മിണ്ടാതിരിക്കലിൻ്റെ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? ഞാനൊരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഒരു കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കുക. അഭിപ്രായ വ്യത്യാസം എന്നത് നിങ്ങൾ മനുഷ്യരാണ് എന്നതിൻ്റെ തെളിവാണ്. മനുഷ്യന്മാർക്ക് മാത്രമുള്ള സാധനമാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം. കേട്ടോ? ഈ അഭിപ്രായ വ്യത്യാസം വേറൊരു ചെന്തൂരും ഇല്ലല്ലോ. ഏതെങ്കിലും പട്ടികൾ, ഈ 2 പട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ തെറ്റി ഞങ്ങൾ ഇവിടെയും കണ്ടിണോ? ഒരു ഉദാഹരണം കാണിച്ചുണ്ടോ? എൻ്റെ വീട്ടിൽ 10 കോഴിയുണ്ട്. 8 കോഴികൾ ഒരു ഗ്രൂപ്പും 2 കോഴി വേറെ ഗ്രൂപ്പും. എന്താ അഭിപ്രായ വ്യത്യാസം കോഴികൾ തമ്മിൽ? നിങ്ങൾ കണ്ടിണോ? ഇല്ല. മനുഷ്യനോ? എത്ര പാർട്ടി, എത്ര ഗ്രൂപ്പ് അല്ലേ? ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ നമ്മൾ പരിഹരിക്കുക? അതാ ഞാൻ പറഞ്ഞത്. അതിൽ നിങ്ങൾ പക്വത കാണിച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഒഴിവാക്കിയാൽ മതി. അപ്പം നിങ്ങൾ ചോദിക്കൂ, എല്ലാവരും പറയാ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാനാ അല്ലേ? ഏതെങ്കിലും പ്രശ്നം സംസാരിച്ച് തീർന്ന് നിങ്ങൾ കണ്ടണോ? ഉണ്ടോ? നിങ്ങളും ഭാര്യയും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം, 2 കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ നാട്ടുകാർ ഫുള്ള് കൂടും വീടിനെ ചുറ്റും. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ? ഇത് സംസാരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം വികാരം അതിൽ കൂടും എന്നതാണ്. വികാരം കൂടുമ്പോഴുള്ളൊരു പ്രശ്നം വിവേകം കുറയും എന്നാണ്.
ഇപ്പോൾ വികാരം കൂടും, വിവേകം കുറയും. അപ്പോൾ ഏറ്റവും നല്ല പണി എന്താണെന്നറിയോ? നിങ്ങളിപ്പം മിണ്ടണ്ട, നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല, ഇല്ല. എന്താ നിന്റെ പ്രശ്നം? ഉണ്ട്, ഇപ്പം പറയണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബെസ്റ്റ് പരിപാടി എഴുതുക എന്നുള്ളതാണ്. ഭർത്താവിനോട് പറയാനുള്ളത് മുഴുവൻ എഴുതി കൊടുത്തു വെക്കും. നിങ്ങൾ എഴുതുമ്പോഴൊരു പ്രശ്നം എന്താ അറിയോ? നിങ്ങളിങ്ങനെ എഴുതും, വൃത്തികെട്ട ഒരു മനുഷ്യനാണ് നിങ്ങൾ. പിന്നെ നിങ്ങളെ വായിച്ചു നോക്കും, വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ. വൃത്തികെട്ടാന്ന് വേണ്ട, മനുഷ്യനാണ് നിങ്ങൾ, അത്ര മതി. അപ്പോൾ എഴുതി കഴിയുമ്പോൾ, പക്ഷെ ഇത് പറയുമ്പോൾ എന്താ പ്രശ്നം? ഇത് പറഞ്ഞു കഴിഞ്ഞില്ലേ, വൃത്തികെട്ട നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നമുക്ക് ആ വൃത്തികെട്ടാന്ന് വായിക്കാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞില്ലേ. എറിഞ്ഞ കല്ലും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. എറിഞ്ഞ് ഇനി ഓടിച്ചെന്ന് പിടിക്കാൻ കഴിയില്ലല്ലോ, അത് പോയി. വാവിട്ട വാക്കും പോയി. എഴുതിയാലോ? നിങ്ങളിങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി? ഇനി ഒരു കഥ കേട്ടു. കഥ എങ്ങനെയാണ്? ലോകപ്രസിദ്ധനായ ഒരു പ്രാസംഗികൻ, വളരെ ഫേമസ് ആയ ഒരു പ്രാസംഗികൻ, അയാൾ മനോഹരമായി പ്രസംഗിക്കും. അയാൾ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിച്ചു. ഭയങ്കര പ്രസംഗം. പ്രസംഗം കഴിഞ്ഞ് ഇയാൾ വണ്ടിയിൽ കയറി തിരിച്ചു പോയി. ഇയാൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരു കത്ത് കിട്ടുകയാണ്. കത്ത്, പണ്ടത്തെ കാല, അന്ന് കത്തിൻ്റെ കാല, ഈ പിന്നെ കമൻറ്റിൻ്റെ കാലമല്ല, ഇപ്പം കമൻ്റ് ഇട്ടാണല്ലോ. കത്ത് തുറന്ന് ഇയാൾ വായിച്ചു നോക്കിയപ്പോൾ ആ കത്തിൽ ഒരു കുട്ടി, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഈ മനുഷ്യനോട് ആ കുട്ടി പറയാണ്, എന്ത് വൃത്തിയട്ട പ്രസംഗങ്ങളെ പ്രസംഗം, മഹാപോക്ക്, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. ഒരു വരി പോലും ആ പ്രസംഗത്തിൽ എടുക്കാൻ പറ്റില്ല, ഇത്ര വൃത്തിയുടെ പ്രസംഗം. എന്നിട്ട് അതിൻ്റെ അടിയിൽ ആ കുട്ടി എഴുതി വെച്ചു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രസംഗം നിർത്താൻ നല്ലത്. ഈ കത്ത് വായിച്ചാൽ സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ എന്തായിരിക്കും തോന്നുക? സന്തോഷം തോന്നുമോ? ഇയാൾക്കങ്ങ് ദേഷ്യം പിടിച്ചു. ദേഷ്യം കണ്ട് തിളച്ച് കയറി. ഒരു കുട്ടി എന്നോട് പറയുകയാണേ, 40-45 വയസ്സുള്ള എന്നോട്, പ്രസംഗിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എന്നോട് പറയുന്നത് നിർത്താനായിന്ന്, അവളെ ശരിയാക്കണം. ആ കുട്ടീൻ്റെ അഡ്രസ്സിൻ്റെ താഴെ ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന് കയ്യെ കണ്ട് കെട്ടിയിട്ട് പെണ്ണെടുത്തൊരു കത്ത് കെട്ട എഴുതി. അല്ലേ, വൃത്തികെട്ട കുട്ടി, എന്താ നിന്റെ വിചാരം? നിനക്ക് എന്തിൻ്റെ കാണാം? ഫുള്ള് തെറി പ്രശ്നങ്ങൾ. എന്നിട്ട് ആ കത്ത് മടക്കി കവറിലിട്ടിട്ട് ഇയാൾ ഡ്രൈവറെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പോസ്റ്റ് ചെയ്യണം, ആ കുട്ടീനെ ശരിയാക്കി തരാം. ഡ്രൈവർ പറഞ്ഞു, ഓ പോസ്റ്റ് ചെയ്യാന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ കാറിൽ പോകുമ്പോൾ പറഞ്ഞു, സാറേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നിങ്ങളൊരു കത്ത് തന്നില്ലായിരുന്നോ? ആ, ഞാനത് പോസ്റ്റ് ചെയ്യാൻ മറന്നു, ഇന്ന് ഞാനത് പോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കാറിൽ നിന്ന് ആലോചിച്ചു, വേണ്ട, നീ ആ കത്തിൻ്റെ അടുത്താ, അതൊന്ന് പോസ്റ്റ് ചെയ്യണ്ട, ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. അയാൾ 2 ദിവസം കഴിഞ്ഞ് ഈ കത്ത് വീട്ടിൽ ചെന്ന് പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോൾ അയാൾ ചിന്തിച്ചു, എന്തിനാ ഞാൻ ഇത്രയും തെറി പറഞ്ഞ ഈ കുട്ടീനെ? അപ്പോൾ അയാൾ ആ കത്ത് കീറിയിട്ട് വേറൊരു കത്ത് എഴുതി, ആദ്യത്തെ കത്തിനേക്കാൾ മയമുള്ള ഒരു കത്ത്. എന്നിട്ട് അയാൾ ആ കത്ത് മടക്കി വേറൊരു കവറിലിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് അയാൾ ഡ്രൈവറെ എടുത്ത് കൊടുത്താൽ ശരിയാവില്ല അല്ലേ, അയാളുടെ ഡയറിയിൽ വെച്ചു കത്ത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഈ കത്ത് മറന്നതായിട്ട് അയാൾക്ക് മനസ്സിലായി. അയാൾ കത്ത് മറന്നുപോയി. അയാൾ വീണ്ടും ആ കത്ത് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് അയാൾ പറഞ്ഞു, ഒന്നൊരു വായിച്ചു നോക്കുക. വീണ്ടും വീട്ടിൽ പോയിട്ട് ആ കത്ത് പൊളിച്ചിട്ട് ഇയാൾ വായിച്ചപ്പോൾ ഇയാൾക്ക് തോന്നി, എന്തിനാ ഈ കുട്ടിക്ക് ഞാൻ മറുപടി കൊടുക്കണേ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? എന്നെ പോലത്തെ ഒരു മനുഷ്യന് ഈ ചെറിയ കുട്ടിക്ക് എന്തിനാ മറുപടി കൊടുക്കണം? അയാൾ ആ കത്ത് കയറി ബാസ്ക്കറ്റ് ഇട്ട് ആ കുട്ടിക്ക് മറുപടിയും കൊടുത്തില്ല. അവിടെ എന്താ സംഭവിച്ചത്? അയാൾക്ക് ദേഷ്യമൊക്കെ മാറിയപ്പം അയാളെ വിവേകം വർക്ക് ചെയ്തു അല്ലേ? വികാരം പോയപ്പോൾ വിവേകം വർക്ക് ചെയ്തു. നിങ്ങളും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സുഖം എഴുതാൻ, പേപ്പറും പെന്നൊന്നും വേണ്ട. നിങ്ങൾ ഭർത്താവ് ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ എന്ത് തുണി എന്നാ തുണിക്ക് പറയാം? കൈത്തുണി അല്ലേ? ആ ശരി. ആ കൈത്തുണിക്ക് തീ പിടിച്ചപ്പോൾ ഊതി ഊതി കത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. കെടുത്താതെ ഭർത്താവ് ഇങ്ങോട്ട് കച്ചറുണ്ടാക്കി പോയാലേ നിങ്ങൾ വോയിസ് ഇടരുത്, അയാൾ കേൾക്കില്ല. ടൈപ്പ് ചെയ്ത് എഴുതി അയക്കുക. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ. അപ്പോൾ അയാളൊക്കെ വായിച്ചു നോക്കൂ. അപ്പോൾ കച്ചറുണ്ടാക്കി, അപ്പോൾ അയാൾ ഇങ്ങോട്ട് എഴുതി വിടും. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വികാരം, ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കും അല്ലേ? ആ വായിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാവും. അയാളൊന്ന് ചിന്തിക്കും. ദേഷ്യമുള്ള മനുഷ്യൻ, അയാൾക്ക് പറയാനുള്ളതും അയാൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ പക്വത കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. 3ാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിനകത്ത് ഇടപെടാൻ ഒരുത്തനെയും അനുവദിക്കരുത്. ഒരാളെ കൗൺസിലിങ്ങിൻ്റെ ആളെപ്പോലും അനുവദിക്കരുത്. അനുവദിച്ച ആളെ കുഴപ്പമെന്താ? അയാൾ പറഞ്ഞ നമ്മൾ കേൾക്കേണ്ടി വരും. ഞാൻ എന്താ പറഞ്ഞത്? ഡു നോട്ട് എൻ്റർടൈൻ എനി പേഴ്സൺ. ഒരു മനുഷ്യനെ നിങ്ങൾ അനുവദിക്കരുത്, സ്വന്തം ബാപ്പയെയും ഉമ്മയെയും പോലും. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള വിഷയം വീട്ടിലേക്ക് വിളിച്ച് പറയരുത്. അത്രക്ക് പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അത് അറിയിക്കേണ്ടതുള്ളൂ. എല്ലാം വിളിച്ച് പറയാം, ഉമ്മ ഇന്ന് മൂപ്പര് എന്നോട് ഇങ്ങനെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഉമ്മ പറയുമ്പോൾ ഉമ്മ ഇടപെടും.
ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിൽ ഇടപെട്ടാൽ അത് പ്രശ്നമാണ്. ഭാര്യക്കും ഭർത്താവിനും ഒരു കുടുംബം തകർക്കാൻ കഴിയില്ല. മൂന്നാമതൊരാൾക്ക് ഈസിയാണ്. ഉണ്ടോ? ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് കൗൺസിലർ പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകില്ല, പിരിയാണ് നല്ലത്. കഴിഞ്ഞ് നിങ്ങൾ പോയിട്ടല്ലേ പറഞ്ഞു, അല്ലേ? പോയിട്ടല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് പോവേണ്ടി വന്നത്? നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടാണ്. ബാപ്പ പറഞ്ഞു മോളെ നിർത്തിപ്പോര്. എന്ത് ചെയ്യും? നമ്മൾ കഴിവതും നമ്മൾ തമ്മിലുള്ള അതിന് പേരാ പക്വത. ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മൾ തമ്മിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും നമ്മൾ തന്നെ പരിഹരിക്കാനുള്ള ശ്രമം, അതിന്റെ പേരാ പക്വത. പക്വതയിൽ എന്തൊക്കെ വരിക? പ്രശ്നപരിഹാരം. എന്താ? താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് താഴ്ന്നു കൊടുക്കുക, സ്ട്രോങ് ആയി നിൽക്കേണ്ടടുത്ത് സ്ട്രോങ് ആയി നിൽക്കുക, നോ പറയേണ്ടടുത്ത് നോ പറയുക, യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇതുപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം പളുങ്കുപാത്രം പോലെ പൊട്ടിത്തകരാനേറെ സാധ്യതയുള്ളതിൻ്റെ പേരാണ് ബന്ധങ്ങൾ.